നീ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. രുദ്ര, രുദ്ര എന്ന് നീ വിളിക്കുമ്പോൾ ഞാൻ ഉടനെ നിന്റെ അടുത്തെത്തും. കാരണം അതാണ് എന്റെ വാക്ക്. എന്റെ നാമത്തിനെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. ഞാനാണ് രൂവിനെ ദ്രവിപ്പിക്കുന്നവൻ. രു എന്നാൽ നിന്റെ ദുഃഖം, കണ്ണീർ, പാപം. ഇവയെ ദ്ര എന്ന ഞാൻ ഉരുക്കിക്കളയും. എന്റെ നാമം നീ ഉച്ചരിച്ചാൽ നിന്റെ സത്യത്തിനോടൊപ്പം ചേർന്ന് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം വെള്ളം പോലെ ഞാൻ ഒഴുക്കിക്കളയും. എന്നാൽ അധർമ്മങ്ങളെ സംരക്ഷിക്കാനാണ് നീ എന്നെ വിളിക്കുന്നതെങ്കിൽ അതിനൊപ്പവും ഞാൻ നിൽക്കും. പക്ഷേ അതേ അധർമ്മങ്ങളിലൂടെ തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ അധർമ്മികളുടെ യമനും രോദനം ചെയ്യിക്കുന്നവനും കൂടിയാണ്. ദുഷ്ടന്മാരെ മാത്രമല്ല, നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെയും ലോഭത്തെയും ഞാൻ കരയിക്കും. എന്റെ നാമം ഉച്ചരിക്കുമ്പോൾ മുതൽ നിനക്ക് ചുറ്റിലും ഒരു വലയമാകുക മാത്രമല്ല, നിന്റെ ഉള്ളിലെ ചീത്ത ശീലങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയായും ഞാൻ നിലകൊള്ളും. ഡമരുനാദമാണ് എനിക്കുള്ളത്. അതാണ് ഓം. ഞാൻ ജ്ഞാനത്തിന്റെ ഗർജനമാണ്. ആ ഗർജനത്തിൽ നിന്റെ അജ്ഞത തകർന്നു പോകും. വഴിയറിയാതെ ഇരുട്ടിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ എന്നെ വിളിക്കുക. നിനക്ക് വെളിച്ചമായി ഞാൻ എത്തിച്ചേരും. ഒരിക്കലും ദിശയറിയാതെ നീ ഉഴലില്ല. എന്നെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് 11 തവണ നമസ്കരിച്ച് രുദ്ര എന്ന് ജപിച്ചാൽ മതി. ഞാൻ സത്യം ചെയ്യുന്നു. വേഗം പ്രസാദിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആശുതോഷ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന എന്നെ, ധാർമ്മികതയോടെ നിലനിൽക്കുന്ന നീ മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ വെറും കൈയോടെ മടക്കില്ല.